എസ്തേർ അതൊരു പേരു മാത്രമല്ല, ഒരു ചരിത്രമാണ്. എസ്തേറിന്റെ ഈ കഥ കൽപ്പിതമല്ല. ലോകചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ ഭരണകാലത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത്. ബൈബിൾ ഒരു കഥാപുസ്തകമല്ല, അത് ചരിത്രത്തിലൂടെ നടന്ന മനുഷ്യരുടെ യഥാർത്ഥ അനുഭവങ്ങളാണ്. അത്തരമൊരു അനുഭവം വ്യക്തമായി പ്രതിപാദിക്കുന്നതാണ് എസ്തേർ പുസ്തകം. ഈ കഥ ഒരു രാജാവിന്റെ ശക്തിയെക്കുറിച്ചല്ല, ഒരു യുദ്ധത്തിന്റെ മഹത്വത്തെക്കുറിച്ചുമല്ല, പക്ഷേ ഒരു സാധാരണ യഹൂദ പെൺകുട്ടിയുടെ ധൈര്യത്തെക്കുറിച്ചാണ്. ചരിത്രപരമായി നോക്കുമ്പോൾ ഇത് നടക്കുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലാണ്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്ന ഒരു യഥാർത്ഥ ഭരണകൂടത്തിന്റെ പശ്ചാത്തലത്തിൽ. അവിടെ ഒരു മുഴുവൻ ജനത, യഹൂദർ, നശിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു കഠിന സമയത്ത് ഒരു സ്ത്രീ നിശബ്ദമായി ചരിത്രത്തിന്റെ നടുവിലേക്ക് കടന്നുവന്നു. അവൾ പ്രവാചകയല്ല, അവൾ സൈനികയുമല്ല, അവൾ ഒരു രാജകുമാരിയായി ജനിച്ചവളുമല്ല. അവൾ എസ്തേർ, ഒരു യഹൂദ അനാഥ പെൺകുട്ടി. അതിനാൽ തന്നെയാണ് എസ്തേർ എന്ന പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. എസ്തേറിന്റെ കഥ പ്രചോദനം നൽകുന്നത് വിജയം എങ്ങനെ നേടാമെന്നല്ല, ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാൻ ധൈര്യം എങ്ങനെ കണ്ടെത്താം എന്നതാണ്. ഈ കഥ നിങ്ങൾ പൂർണ്ണമായി കേൾക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭയം മറികടക്കാനുള്ള ധൈര്യം, തന്നിലുള്ള വിശ്വാസത്തിന്റെ ആഴം, എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന ചിന്ത തകർന്നു പോകുന്ന ഒരു പ്രത്യാശ, എന്റെ നിലപാട് മറ്റുള്ളവരുടെ ജീവിതം മാറ്റാം എന്ന തോന്നൽ, ഇതെല്ലാം കൈവരിക്കാൻ സാധ്യതയുണ്ട്. എസ്തേറിന്റെ കഥ ഒരു രാജ്ഞിയുടെ കഥയല്ല, ഒരു സാധാരണ പെൺകുട്ടിയുടെ ഒരു വലിയ തീരുമാനത്തിന്റെ കഥയാണ്. കഥ തുടങ്ങുന്നതിന് മുൻപ് ക്ലാസിക് ടെയിൽ സ്റ്റോറീസ് എന്ന നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? ബെൽ ഐക്കണും അമർത്തുക. കൂടാതെ ഈ കഥ നിങ്ങൾ എവിടെ നിന്നും കേൾക്കുന്നുവെന്ന് കമൻറ്റും ചെയ്യാമോ? എല്ലാ കൂട്ടുകാരും എവിടെ നിന്നുമാണ് ഇത് കേൾക്കുന്നത് എന്നറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള ഏതേലും കഥ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ കഥ ആരംഭിക്കുന്നത് രാജമഹലത്തിലെ വെളിച്ചത്തിൽ നിന്നല്ല, പേർഷ്യ സാമ്രാജ്യത്തിലെ സൂസ നഗരത്തിന്റെ ഒരു സാധാരണ വഴിയിലാണ്. അവിടെ ഒരു യഹൂദ കുടുംബം ജീവിച്ചിരുന്നു. അവരുടെ പൊന്നോമന പുത്രിയായിരുന്നു എസ്തേർ, ഒരു യഹൂദ പെൺകുട്ടി. യഹൂദർ ദൈവവുമായി നിയമബന്ധത്തിലായിരുന്ന ഒരു ജനതയായിരുന്നു. ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുന്നവർ, നിയമങ്ങൾ പാലിക്കുന്നവർ, പരദേശത്ത് ജീവിക്കുമ്പോഴും തങ്ങളുടെ വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിച്ചവർ. എസ്തേർ അത്തരമൊരു വിശ്വാസപരമായ പശ്ചാത്തലത്തിലാണ് ജനിച്ചത്. പക്ഷേ ജീവിതം അവൾക്ക് ബാല്യത്തിലെ വലിയൊരു നഷ്ടം നൽകി. അവൾ ചെറുപ്പത്തിലെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു. അനാഥയായിപ്പോയ ആ പെൺകുട്ടിയെ ബന്ധുവായ മൊർദെഖായി സ്വന്തം മകളെപ്പോലെ ഏറ്റെടുത്തു. മൊർദെഖായി ഒരു യഹൂദനായിരുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന, നിയമങ്ങൾ ആദരിക്കുന്ന, നീതിയോടെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. പക്ഷേ അവൻ വെറും വീട്ടിലിരുന്ന ആളായിരുന്നില്ല. മൊർദെഖായി രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അവൻ രാജകൊട്ടാരത്തിന്റെ വാതിലിനരികിൽ സേവനം ചെയ്യുന്ന ഒരു പ്രധാന ഭടനായിരുന്നു. അധികാരമുണ്ടായിരുന്നില്ല, പക്ഷേ ഉത്തരവാദിത്വമുണ്ടായിരുന്നു. സിംഹാസനത്തിനടുത്ത് നിന്നിരുന്നെങ്കിലും തന്റെ യഹൂദ വിശ്വാസം അവൻ വിട്ടുകളഞ്ഞില്ല. എസ്തേർ അവന്റെ വീട്ടിലാണ് വളർന്നത്. അവിടെ എസ്തേർ പഠിച്ചത് ആഡംബരമല്ല, അച്ചടക്കമാണ്. അവൾ കേട്ടത് കെട്ടുകഥകളല്ല, ദൈവത്തിന്റെ നിയമങ്ങളാണ്. മൊർദെഖായി എസ്തേരോട് ഒരിക്കലും വലിയ സ്വപ്നങ്ങൾ പറഞ്ഞില്ല. പകരം അവൻ പറഞ്ഞു, ശരിയായത് ചെയ്യുക, ദൈവത്തെ ഭയപ്പെടുക, നീതിയിൽ നിന്ന് വിട്ടുപോകരുത്. എസ്തേർ അത് ചോദ്യം ചെയ്തില്ല. അവൾ അതിൽ ജീവിച്ചു. അവൾ ശാന്തയായി, കേൾക്കുന്നവളായി, അനുസരിക്കുന്നവളായി. പക്ഷേ മൊർദെഖായി അവൾക്ക് ഒരു കാര്യത്തിൽ പ്രത്യേകം ജാഗ്രത നൽകി. നീ യഹൂദ്യയാണെന്ന് ഇപ്പോൾ എല്ലാവരോടും പറയരുത്. കാരണം പേർഷ്യ സാമ്രാജ്യത്തിൽ യഹൂദർ ഒരല്പസംഖ്യയായിരുന്നു. അവരുടെ തിരിച്ചറിയൽ
അവർക്ക് അപകടം വരുത്താമായിരുന്നു. എസ്തേർ അതൊന്നും ചോദ്യം ചെയ്തില്ല. അവൾ മൊർദെഖായിയുടെ വാക്ക് ഹൃദയത്തിൽ സൂക്ഷിച്ചു. അന്ന് ആ വീട്ടിൽ വളരുന്ന ഒരു പെൺകുട്ടിക്കറിയില്ലായിരുന്നു, രാജകൊട്ടാരത്തിന്റെ വാതിലിനരികിൽ സേവനം ചെയ്തിരുന്ന ഈ മനുഷ്യൻ മൊർദെഖായി ഒരിക്കൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവിന് കാരണമാകുമെന്ന്. അങ്ങനെ എസ്തേർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ ഭരണകൂടം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു അത്. അത് ഭരിച്ചത് അഹശ്വേരോഷ് രാജാവായിരുന്നു. ഈ രാജാവ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെ വ്യാപിച്ചിരുന്ന 127 പ്രവിശ്യകളെ ഒറ്റ അധികാരത്തിൽ ഭരിച്ചിരുന്ന ഒരാളായിരുന്നു. രാജകൊട്ടാരം സൂസ എന്ന തലസ്ഥാനത്തായിരുന്നു. അത് അധികാരത്തിന്റെ, നിയമത്തിന്റെ, അഭിമാനത്തിന്റെ കേന്ദ്രമായിരുന്നു. അവിടെ ഒരൊറ്റ വാക്ക് ജീവനോ മരണത്തിനോ കാരണമാകുമായിരുന്നു. രാജാവിനെ ചുറ്റിപ്പറ്റി ഉദ്യോഗസ്ഥരും സൈനികരും ഭടന്മാരും സൂത്രധാരന്മാരും എപ്പോഴും ഉണ്ടായിരുന്നു. അധികാരമുണ്ടെങ്കിൽ അസൂയയും ഗൂഢാലോചനയും തനിയെ വന്നുചേരും. അങ്ങനെയൊരു ദിവസമാണ് രാജകൊട്ടാരത്തിന്റെ വാതിലിനരികിൽ സേവനം ചെയ്തിരുന്ന മൊർദെഖായി ഒരു രഹസ്യം കേൾക്കുന്നത്. രാജാവിന്റെ സ്വന്തം 2 ഉദ്യോഗസ്ഥർ ബിക്കാനും തെരേശും രാജാവിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുകയായിരുന്നു. അവർ രാജാവിന്റെ വളരെ അടുത്തു നിൽക്കുന്നവരായിരുന്നു. അവർക്ക് രാജാവിന്റെ ദിനചര്യ അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ ആ പദ്ധതി വളരെ അപകടകരമായിരുന്നു. മൊർദെഖായി ഇത് കേട്ടപ്പോൾ മൗനം പാലിച്ചില്ല. അവൻ ഭയപ്പെട്ടില്ല. തന്റെ ജീവൻ അപകടത്തിലാകുമെന്നറിഞ്ഞിട്ടും അവൻ ശരിയായത് ചെയ്യാൻ തീരുമാനിച്ചു. അവനുടൻ ഈ വിവരം രാജാവിനെ അറിയിച്ചു. രാജസഭയിൽ വിശദമായ അന്വേഷണം നടന്നു. ഗൂഢാലോചന സത്യമാണെന്ന് തെളിഞ്ഞു. ആ 2 ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെട്ടു. രാജാവിന്റെ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇവിടെ ഒരു കാര്യമാണ് ശ്രദ്ധേയമായത്. മൊർദെഖായിയെ ആ സമയം ആരും ആദരിച്ചില്ല. ആർക്കും പുരസ്കാരം നൽകിയില്ല. അവൻ വീണ്ടും രാജകൊട്ടാരത്തിന്റെ വാതിലിനരികിലേക്ക് മടങ്ങി, ഒരു സാധാരണ ഉദ്യോഗസ്ഥനായി. അവനും ഒന്നും പ്രതീക്ഷിച്ചല്ല രാജാവിന്റെ ജീവൻ രക്ഷിച്ചത്. അവനതിൽ ഒരു സങ്കടവുമില്ലായിരുന്നു, മറിച്ച് സന്തോഷം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ നാളുകൾ ഒരുപാട് കടന്നുപോയി. രാജാവ് തന്റെ ഭരണത്തിന്റെ 10 വർഷങ്ങൾ പൂർത്തിയാക്കിയ സമയം. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ശക്തിയും മഹത്വവും ലോകത്തോട് പ്രഖ്യാപിക്കാൻ അഹശ്വേരോഷ് രാജാവ് ഒരു വലിയ തീരുമാനമെടുത്തു. അവൻ സാമ്രാജ്യത്തിലെ എല്ലാ പ്രഭുക്കളെയും രാജാക്കന്മാരെയും ഉദ്യോഗസ്ഥരെയും സൂസാ നഗരത്തിലേക്ക് വിളിച്ചുകൂട്ടി. അത് ഒരു ദിവസത്തെ ആഘോഷമല്ലായിരുന്നു, 150 ദിവസത്തെ ദീർഘമായ ആഘോഷമായിരുന്നു. സ്വർണവും വെള്ളിയും പട്ടും രത്നങ്ങളും കൊട്ടാരത്തെ അലങ്കരിച്ചു. മദ്യത്തിനും വിരുന്നിനും ആഡംബരത്തിനും ഒരു കുറവുമുണ്ടായിരുന്നില്ല. അധികാരം വിരുന്നായി മാറിയ ദിവസം. ആഘോഷം അവസാനിച്ചപ്പോൾ രാജാവ് തലസ്ഥാനമായ സൂസയിലെ സാധാരണ ജനങ്ങൾക്കായും ഒരു പ്രത്യേക വിരുന്നൊരുക്കി. 7 ദിവസത്തെ വലിയ വിരുന്ന്. ആരെയും വിലക്കിയില്ല, ആരെയും വേർതിരിച്ചില്ല. ചെറുപ്പക്കാരും വൃദ്ധരും ധനികരും ദരിദ്രരും എല്ലാവരും ആ വിരുന്നിൽ പങ്കെടുത്തു. അതേസമയം രാജകൊട്ടാരത്തിന്റെ അന്തരാളത്തിൽ രാജാവിന്റെ ഭാര്യയായ റാണി വഷ്ടി സ്ത്രീകൾക്കായി വേറൊരു വിരുന്നു നടത്തി. അന്തഃപുരം ആനന്ദത്താൽ നിറഞ്ഞു. പക്ഷേ ഈ ആഘോഷത്തിന്റെ അവസാന ദിവസത്തിൽ ഒരു സംഭവമുണ്ടായി. വൈകുന്നേരമായപ്പോൾ രാജാവ് മദ്യപിച്ച നിലയിലായിരുന്നു. അധികാരവും മദ്യവും ഒന്നിച്ചപ്പോൾ അവന്റെ ചിന്തകൾ മാറിപ്പോയി. അവന് തന്റെ ഭാര്യയായ റാണി വഷ്തിയുടെ സൗന്ദര്യം എല്ലാവരെയും കാണിക്കണം എന്ന് തോന്നി. രാജാവിന്റെ ആജ്ഞയായി ഒരു സന്ദേശം അന്തരപുരത്തിലേക്ക് അയക്കപ്പെട്ടു. രാജ്ഞി കിരീടം ധരിച്ച് സഭയിലേക്ക് വരണം. പക്ഷേ റാണി വഷ്തി ആ ആജ്ഞ അനുസരിച്ചില്ല. അവൾ വരാൻ മടിച്ചു. അവൾക്ക് തന്നെ ഒരു പ്രദർശന വസ്തുവായി കാണിക്കപ്പെടാൻ ഇഷ്ടമായില്ല. രാജാവിന് അതൊരു അപമാനമായിരുന്നു. സഭ മുഴുവൻ നിശബ്ദമായി.
അഹശ്വേരോഷ് രാജാവ് കോപത്തിൽ വിറച്ചു. അവന്റെ അഭിമാനം കളങ്കപ്പെട്ടു. അവൻ ഉദ്യോഗസ്ഥരോടും നിയമജ്ഞരോടും ചോദിച്ചു, രാജ്ഞി രാജാവിന്റെ ആജ്ഞ അനുസരിക്കാത്തത് എന്ത് ശിക്ഷയ്ക്കർഹമാണ്? അവരുടെ ഉപദേശം കടുപ്പമായിരുന്നു. ഇത് ഒറ്റ സംഭവമായി നിൽക്കരുത്. രാജ്ഞിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണം. അങ്ങനെ ഒരു വലിയ ആഘോഷത്തിന്റെ അവസാനം ഒരു വലിയ തീരുമാനമായി. റാണി വഷ്തിക്ക് രാജ്ഞിസ്ഥാനം നഷ്ടപ്പെട്ടു. രാജകൊട്ടാരം വീണ്ടും ശാന്തമായി. പക്ഷേ ചരിത്രം ഇപ്പോൾ തന്നെ അടുത്ത അധ്യായം തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. കാരണം ഈ ഒഴിവായ രാജ്ഞിസ്ഥാനം ഒരു അനാഥയായ യഹൂദ പെൺകുട്ടിയുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുകയായിരുന്നു. ഇവിടെയാണ് എസ്തേറിന്റെ കഥ രാജകൊട്ടാരത്തിലേക്ക് നീങ്ങുന്നത്. റാണി വഷ്തി. രാജ്ഞിസ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം രാജകൊട്ടാരം ഒരു ശൂന്യതയിൽ മുങ്ങി. ആഘോഷങ്ങളുടെ ശബ്ദം നിശബ്ദമായി. അഹശ്വേരോഷ് രാജാവിന്റെ ഹൃദയത്തിൽ ദുഃഖം വലുതായിരുന്നു. കോപത്തിലെടുത്ത ആ തീരുമാനം ഇപ്പോൾ ഒരു ശൂന്യതയായി അവനെ വേട്ടയാടി. രാജാവ് ഒറ്റപ്പെട്ടവനായി. അത് കണ്ട് മന്ത്രിമാരും ഉപദേഷ്ടാക്കളും ഒന്നിച്ചു പറഞ്ഞു, രാജാവേ, ഈ ശൂന്യത നീണ്ടു നിൽക്കരുത്. സാമ്രാജ്യത്തിന് ഒരു പുതിയ രാജ്ഞി ആവശ്യമാണ്. അങ്ങനെ രാജാവ് ആ വലിയ തീരുമാനമെടുത്തു. പേർഷ്യൻ സാമ്രാജ്യത്തിലെ എല്ലാ പ്രവിശ്യകളിലേക്കും ഒരു രാജാജ്ഞ പുറപ്പെടുവിച്ചു. സുന്ദരിയും അതിബുദ്ധിമതികളുമായ പെൺകുട്ടികളെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക. നാടെങ്ങും വിളംബരം മുഴങ്ങി. വീടുകളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആ വാർത്ത പടർന്നു. അന്നേ ദിവസം ആ വാർത്ത ഒരു ചെറിയ യഹൂദ വീട്ടിലേക്കും എത്തി. രാജകൊട്ടാരത്തിന്റെ വാതിലിനരികിൽ സേവനം ചെയ്തിരുന്ന മൊർദെഖായി ഈ വാർത്ത കേട്ടു. അവൻ വീട്ടിലെത്തിയപ്പോൾ എസ്തേറിനോട് എല്ലാം പറഞ്ഞു. അവന്റെ ഹൃദയം ഭാരപ്പെട്ടു. പക്ഷേ അവൻ ഒരു തീരുമാനമെടുത്തു. നീ യഹൂദയാണെന്ന് ഇപ്പോൾ പറയരുത്. അവൻ എസ്തേറിനെ ഈ വലിയ മാറ്റത്തിനായി തയ്യാറാക്കി. ശാരീരികമായതിൽ മാത്രമല്ല, മാനസികമായും. അനുസരണം, മൗനം, ധൈര്യം. എസ്തേർ ഒന്നും ചോദിച്ചില്ല. അവൾ വിരോധിച്ചില്ല. ജീവിതം അവളെ മുന്നോട്ട് തള്ളിക്കൊണ്ടുപോയി. അങ്ങനെ എസ്തേർ രാജകൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു. അവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു. എല്ലാവർക്കും സൗന്ദര്യമുണ്ടായിരുന്നു. പക്ഷേ എസ്തേറിനുള്ളത് മുഖസൗന്ദര്യം മാത്രമല്ലായിരുന്നു. അവളുടെ ശാന്തത, ബുദ്ധി, നീതിയുള്ള പെരുമാറ്റം എല്ലാവരെയും ആകർഷിച്ചു. രാജാവിന്റെ മുമ്പിൽ അവൾ എത്തിയപ്പോൾ അഹശ്വേരോഷ് രാജാവ് അത്ഭുതപ്പെട്ടു. അവളുടെ സൗന്ദര്യം കണ്ടതിലല്ല, അവളുടെ സ്വഭാവം കണ്ടതിൽ. അവൾ അഹങ്കാരമില്ലാത്തവളായിരുന്നു, ഭയപ്പെടാത്തവളായിരുന്നു, മൗനത്തിൽ തന്നെ ആഴമുള്ളവളായിരുന്നു. രാജാവ് ഒരു നിമിഷം പോലും സംശയിച്ചില്ല. അവൻ കിരീടം എസ്തേറിന്റെ തലയിൽ വച്ചു. എസ്തേർ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പുതിയ രാജ്ഞിയായി. ഒരനാഥയായ യഹൂദ പെൺകുട്ടി ഇപ്പോൾ രാജകൊട്ടാരത്തിന്റെ സിംഹാസനത്തിനടുത്ത്. പക്ഷേ ഈ ഉയർച്ചയുടെ നിഴലിൽ ഇനിയും ഒരു പേര് വരാനുണ്ടായിരുന്നു: ഹാമാൻ. എസ്തേർ രാജ്ഞിയായതിനു ശേഷം രാജകൊട്ടാരത്തിലെ അധികാരകേന്ദ്രങ്ങൾ വേഗത്തിൽ മാറിക്കൊണ്ടിരുന്നു. അഹശ്വേരോഷ് രാജാവ് തന്റെ ഭരണത്തിൽ ഒരു മനുഷ്യനെ മറ്റെല്ലാവരിലും കൂടുതൽ ഉയർത്തി. അവന്റെ പേര് ഹാമാൻ. ഹാമാൻ രാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. രാജാവിനു പിന്നാലെ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ അധികാരം അവന്റെ കൈകളിലായിരുന്നു. രാജാവ് ആജ്ഞ നൽകിയാൽ ഹാമാൻ നടപ്പാക്കും. ഹാമാൻ പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ നടുങ്ങും. അവനെ കാണുമ്പോൾ എല്ലാവരും തലകുനിക്കും. രാജകൊട്ടാരത്തിന്റെ വാതിലുകളിലൂടെ അവൻ നടക്കുമ്പോൾ ഭടന്മാരും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് വണങ്ങുമായിരുന്നു. പക്ഷേ ഈ അധികാരത്തോടൊപ്പം ഹാമാനിൽ വളർന്നത് ഒരു ഭീകരമായ സ്വഭാവമായിരുന്നു: അഹങ്കാരം. അവന് ആദരം വേണ്ടിയിരുന്നില്ല, ആരാധനയാണ് അവൻ ആഗ്രഹിച്ചത്. അവനെ വണങ്ങാത്ത ഒരാളെ അവൻ ശത്രുവായി കണ്ടു. അങ്ങനെ ഒരു ദിവസമാണ് രാജകൊട്ടാരത്തിന്റെ വാതിലിനരികിൽ സേവനം ചെയ്തിരുന്ന മൊർദെഖായി ഹാമാനെ കാണുന്നത്. എല്ലാവരും തലകുനിച്ചപ്പോൾ മൊർദെഖായി നിലകൊണ്ടു. അവൻ ഹാമാനെ വണങ്ങിയില്ല.
കാരണം അവനൊരു യഹൂദനായിരുന്നു, ദൈവത്തെ മാത്രമേ വണങ്ങാവൂ എന്ന വിശ്വാസത്തിൽ ജീവിക്കുന്നവൻ. ഇത് ഹാമാൻ കണ്ടു. അത് അവന്റെ ഹൃദയത്തിൽ ഒരു തീയായി പിടിച്ചു. ആദ്യം അത് മൊർദെഖായിയോടുള്ള കോപമായിരുന്നു. പിന്നീട് അത് വൈരമായി. അവൻ അന്വേഷിച്ചു, ഈ മനുഷ്യൻ ആരാണെന്ന്. അപ്പോൾ ഹാമാൻ ഒരു സത്യമറിഞ്ഞു. മൊർദെഖായി ഒരു യഹൂദനാണ്. അവിടെ ഹാമാന്റെ കോപം ഒരു മനുഷ്യനിൽ മാത്രം ഒതുങ്ങിയില്ല. അത് ഒരു ജനതയിലേക്ക് വ്യാപിച്ചു. ഒറ്റയാളെ കൊന്നാൽ മതിയാവില്ല, ഈ ജനത മുഴുവനും നശിക്കണം. അധികാരം അവന്റെ കയ്യിലുണ്ടായിരുന്നു. രാജാവിന്റെ വിശ്വാസവും അവനുണ്ടായിരുന്നു. ഇനി അവനൊരു പദ്ധതി തയ്യാറാക്കാൻ തുടങ്ങി. ഒരു മുഴുവൻ യഹൂദ ജനതയെ നശിപ്പിക്കാനുള്ള ഭീകരമായ പദ്ധതി. പക്ഷേ ഹാമാൻ ഇതുമാത്രം അറിഞ്ഞിരുന്നില്ല. രാജകൊട്ടാരത്തിന്റെ അകത്തളത്തിൽ അവന്റെ തന്നെ പദ്ധതി നശിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു യഹൂദ സ്ത്രീ ഉണ്ടായിരുന്നു എന്ന്. രാജ്ഞി എസ്തേർ. ഹാമാൻ തന്റെ മനസ്സിൽ തീർത്തുവെച്ചിരുന്ന പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു. അതിനായി അവൻ രാജാവിന്റെ സന്നിധിയിൽ പ്രവേശിച്ചു. രാജാവിനോട് അവൻ പറഞ്ഞു, രാജാവേ, നിങ്ങളുടെ സാമ്രാജ്യത്തിൽ ഒരു ജനതയുണ്ട്. അവർ നിങ്ങളുടെ നിയമങ്ങൾ പാലിക്കുന്നില്ല. അവർ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടവരാണ്. അവർ നിങ്ങൾക്കെതിരെ പദ്ധതികളുണ്ടാക്കുന്നു. അവരെ ഇങ്ങനെ തന്നെ വിടുന്നത് രാജ്യത്തിന് ഭീഷണിയാണ്. അവൻ ജനതയുടെ പേര് പറഞ്ഞില്ല, പകരം രാജാവിൻ്റെ ഭയം ഉയർത്തി. പിന്നീടവൻ പറഞ്ഞു, അവരെ നശിപ്പിക്കാൻ അനുമതി നൽകിയാൽ രാജഭണ്ഡാരത്തിലേക്ക് വലിയൊരു ധനം നമ്മൾക്ക് ലഭിക്കും. അഹശ്വേരോശ് രാജാവ് മറ്റൊന്നും ചിന്തിച്ചില്ല. കാരണം അത്രമേൽ വിശ്വാസമായിരുന്നു ഹാമാനെ. അവൻ തൻ്റെ മുദ്രാമോതിരം വിരലിൽ നിന്നെടുത്ത് ഹാമാനു നൽകി. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. അങ്ങനെ രാജാജ്ഞ പുറപ്പെട്ടു. ഒരു ദിവസം ഒരേ സമയത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിലെ എല്ലാ പ്രവിശ്യകളിലും എല്ലാ യഹൂദരെയും നശിപ്പിക്കണം എന്ന ആജ്ഞ. ആ വാർത്ത വേഗത്തിൽ പടർന്നു. നഗരങ്ങൾ വിറച്ചു. യഹൂദർ കരഞ്ഞു. ആ വാർത്ത ഒരു നിമിഷം കൊണ്ട് മൊർദെഖായിയുടെ ചെവിയിലും എത്തി. അത് കേട്ടപ്പോൾ അവൻ നിശ്ചലനായി. അവൻ വസ്ത്രം കീറി, ചാരം തലയിലിട്ടു. അവൻ നഗരത്തിന്റെ മധ്യത്തിലേക്ക് പോയി. അവൻ അറിയാമായിരുന്നു ഇത് അവനോടുള്ള വൈരാഗ്യത്തിന്റെ ബാക്കിയാണെന്ന്. ഉച്ചത്തിൽ വിലപിച്ചു. പിന്നീട് അവൻ എസ്തേറിന്റെ സന്നിധിയിലേക്ക് സന്ദേശമയച്ചു. അവനെല്ലാം വ്യക്തമായി അവളോട് പറഞ്ഞു. രാജാജ്ഞയും ഹാമാന്റെ പദ്ധതിയും നിശ്ചയിച്ച മരണദിവസവും. പിന്നെ അവൻ എസ്തേറിനോട് ഒരേയൊരു കാര്യമാണ് പറഞ്ഞത്. നീ രാജാവിന്റെ സന്നിധിയിൽ പോകണം. നിന്റെ ജനതയ്ക്കായി അപേക്ഷിക്കണം. രാജാവിനോട് സത്യം പറയണം. അത് എസ്തേറിന് ഒരു വലിയ ഭാരമായിരുന്നു. കാരണം അവൾക്കറിയാമായിരുന്നു രാജാവിന്റെ വിളിയില്ലാതെ രാജസന്നിധിയിൽ ചെല്ലുന്നത് മരണമായേക്കാം എന്ന്. മൊർദെഖായിയുടെ വാക്കുകൾ എസ്തേറിന്റെ ഹൃദയത്തിൽ ഒരു ഭാരമായി ഇറങ്ങി. അവൾ രാജ്ഞിയാണെങ്കിലും അവൾക്ക് ഒരു സത്യം നന്നായി അറിയാമായിരുന്നു. രാജാവിന്റെ അനുമതിയില്ലാതെ ആർക്കും രാജസഭയിൽ പ്രവേശിക്കാനാവില്ല. അതൊരു നിയമമായിരുന്നു. രാജാവ് തന്റെ സ്വർണദണ്ഡം നീട്ടി കരുണ കാണിച്ചാൽ മാത്രമേ ജീവൻ രക്ഷപ്പെടൂ. അത് രാജ്ഞിയായാൽ പോലും. എസ്തേർ ഈ നിയമം ഓർത്തപ്പോൾ വിറച്ചു. അവൾ മൊർദെഖായിയോട് സന്ദേശമയച്ചാലോ എന്ന് ചിന്തിച്ചു. എനിക്ക് ഭയമാണ്. 30 ദിവസമായി രാജാവ് എന്നെ വിളിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ അവിടെ പോയാൽ. അവളുടെ വാക്കുകൾ അവിടെ നിന്നു. അവളുടെ ഭയം വ്യക്തമായിരുന്നു. രാജ്ഞിയാണെങ്കിലും അവളൊരു സാധാരണ മനുഷ്യയായിരുന്നു. അവൾ ജീവിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഈ ഭയത്തിനുള്ളിൽ മറ്റൊരു സത്യം ഒളിഞ്ഞിരുന്നു. മൗനം പാലിച്ചാൽ ഒരു ജനത നശിക്കും. ഇപ്പോൾ എസ്തേർ ഒരു വഴിത്തിരിവിലാണ്. ഒരു വശത്ത് സ്വന്തം ജീവൻ, മറ്റൊരു വശത്ത് സ്വന്തം ജനത. എസ്തേറിന്റെ ഭയമുള്ള സന്ദേശം മൊർദെഖായിക്ക് വന്നുചേർന്നു. അവളുടെ വാക്കുകൾക്കുള്ളിൽ ഭയമുണ്ടായിരുന്നു, അവബോധവുമുണ്ടായിരുന്നു. പക്ഷേ മൊർദെഖായി ഈ നിമിഷം ഒന്നും മറക്കാൻ തയ്യാറായില്ല. അവൻ എസ്തേറിന് തിരിച്ചൊരു സന്ദേശമയച്ചു. അതൊരപേക്ഷയല്ല, ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു.
നീ രാജകൊട്ടാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെടും എന്ന് ചിന്തിക്കരുത്. ഈ സമയത്ത് നീ മൗനം പാലിച്ചാൽ നീയും നിന്റെ കുടുംബവും നശിക്കും. അവൻ ഒരു നിമിഷം നിശബ്ദനായി. പിന്നീട് അവൻ അവളുടെ ഹൃദയം തൊടുന്ന ഒരു വാക്കു പറഞ്ഞു. നീ ആരാണെന്നറിയുക. ഈ സമയത്തിനായി തന്നെയാകാം നീ രാജ്ഞിയായത്. അതൊരു ചോദ്യം പോലെയായിരുന്നു, അതേസമയം ഒരു വിളിയും. എസ്തേർ ആ വാക്കുകൾ കേട്ടപ്പോൾ നിശ്ചലമായി. അവൾ സ്വന്തം ജീവിതമോർത്തു. അനാഥയായ തന്റെ ബാല്യം, മൊർദെഖായിയുടെ വീട്, രാജകൊട്ടാരത്തിലേക്കുള്ള അപ്രതീക്ഷിത യാത്ര എല്ലാം ഒരു നിമിഷത്തിൽ ഒരുമിച്ചു ചേർന്നു. അവൾക്ക് ഇപ്പോൾ വ്യക്തമായി തോന്നി, ഇത് യാദൃച്ഛികമല്ല, ഇത് സാധാരണ ഒരു ഉയർച്ചയല്ല, ഇത് ഒരു വിളിയാണ്. ഈ വാക്കുകൾ എസ്തേറിന്റെ ഭയം നീക്കി. അവളുടെ ഹൃദയത്തിൽ ധൈര്യം ജനിച്ചു. മൊർദെഖായിയുടെ വാക്കുകൾ എസ്തേറിന്റെ ഹൃദയത്തിൽ ആഴത്തിലിറങ്ങി. ഈ സമയത്തിനായി തന്നെയാകാം. ആ വാക്കുകൾ അവളുടെ ഭയം തകർത്തു. നിശബ്ദമായിരുന്ന എസ്തേർ ഇപ്പോൾ തീരുമാനത്തിലേക്ക് വന്നു. അവൾ മൊർദെഖായിക്ക് തിരിച്ച് സന്ദേശമയച്ചു. അത് ഒരു പരാതിയല്ല, ഒരു പ്രഖ്യാപനമായിരുന്നു. നീ പോയി സൂസയിലെ എല്ലാ യഹൂദരെയും ഒരുമിച്ച് ചേർക്കുക. എന്നിട്ട് 3 ദിവസം ഉപവാസം ചെയ്യുക. ഭക്ഷണവും വെള്ളവുമൊന്നും എടുക്കരുത്. ഞാനും എന്റെ ദാസിമാരും അതുപോലെ ഉപവാസം ചെയ്യും. എസ്തേർ അറിഞ്ഞിരുന്നു, ഇത് മനുഷ്യശക്തിയുടെ കാര്യമല്ല, ഇത് ദൈവത്തിന്റെ ഇടപെടൽ വേണ്ട ഒരു നിമിഷമാണ്. അവൾ അവസാനമായി പറഞ്ഞത് ഈ വാക്കുകളാണ്: ഇതിനുശേഷം ഞാൻ രാജാവിന്റെ സന്നിധിയിൽ പോകും. നിയമവിരുദ്ധമായാലും പോകും. നശിച്ചാൽ നശിക്കട്ടെ. അത് ഭയത്തിന്റെ വാക്കല്ല, അത് സമർപ്പണത്തിന്റെ വാക്കായിരുന്നു. സൂസാ നഗരം മുഴുവൻ നിശബ്ദമായി. യഹൂദർ വീടുകളിൽ ഒരുമിച്ചുകൂടി. ഉപവാസം, പ്രാർത്ഥന, കണ്ണുനീർ. 3 ദിവസം 3 രാത്രികൾ. ഒരു രാജ്ഞി രാജകൊട്ടാരത്തിൽ, ഒരു ജനത നഗരത്തിൽ. എല്ലാവരുടെയും ഹൃദയം ഒരേ ദിശയിൽ, ദൈവത്തിന്റെ കരുണയിലേക്ക്. അങ്ങനെ ഉപവാസവും പ്രാർത്ഥനയും അവസാനിച്ചു. 4-ാം ദിവസം രാവിലെ എസ്തേർ രാജകീയ വസ്ത്രം ധരിച്ചു. അത് ആഡംബരത്തിനല്ല, ധൈര്യത്തിനായിരുന്നു. അവൾ അന്തരാളത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഓരോ കാൽവയ്പും അവളുടെ ഹൃദയമിടിപ്പായി. ഇത് ഒരു സാധാരണ നടപ്പല്ല, ഇത് ജീവനും മരണവും തീരുമാനിക്കുന്ന ഒരു നിമിഷം. രാജാവ് സിംഹാസനത്തിലിരിക്കുന്നു. സഭ നിറഞ്ഞിരിക്കുന്നു. എസ്തേർ വിളിയില്ലാതെ അകത്തു പ്രവേശിച്ചു. ഒരു നിമിഷം സഭ മുഴുവൻ നിശബ്ദമായി. നിയമം ഒറ്റയടിക്ക് ഓർമ്മയായി. എല്ലാ കണ്ണുകളും രാജാവിലേക്ക്, അവളുടെ ഹൃദയം ദൈവത്തിലേക്ക്. രാജാവ് അവളെ കണ്ടു. ഒരു നിമിഷം അവൻ നിശ്ചലനായി. രാജാവ് എസ്തേറിനെ കണ്ടപ്പോൾ അവന്റെ കണ്ണിൽ ഒരു കൃപ ലഭിച്ചു. അവൻ വിചാരിച്ചു, അവൾ ഇതുവരെ നിയമം തെറ്റിച്ചവളല്ല. ഇന്നു ആദ്യമായി നിയമം പോലും മറികടന്നു വന്നിരിക്കുന്നു. ഇത് വ്യക്തിപരമല്ല, അത്യാവശ്യമാണ്. പിന്നെ അവന്റെ കൈ നീങ്ങി, സ്വർണദണ്ഡം നീട്ടി. എസ്തേർ മുന്നോട്ട് വന്നു. രാജാവ് പറഞ്ഞു, എസ്തേർ രാജ്ഞി, എന്താണ് നിനക്ക് വേണ്ടത്? എന്താണിത്ര അത്യാവശ്യം? എസ്തേർ ഉടനൊന്നും പറഞ്ഞില്ല. അവൾ അവസരം തിരഞ്ഞെടുത്തു. അവൾ ശാന്തമായി പറഞ്ഞു, രാജാവിനിഷ്ടമാണെങ്കിൽ ഇന്ന് ഞാൻ ഒരുക്കുന്ന ഒരു വിരുന്നിൽ രാജാവും ഹാമാനും പങ്കെടുക്കണം. രാജാവ് സന്തോഷത്തോടെ സമ്മതിച്ചു. ഹാമാനും വിളിക്കപ്പെട്ടു. ഹാമാൻ അഭിമാനത്തോടെ പുറപ്പെട്ടു. രാജ്ഞിയുടെ വിരുന്നിലേക്ക് എന്നെ വിളിച്ചു. അവന്റെ ഹൃദയം അഹങ്കാരത്തിൽ നിറഞ്ഞു. പക്ഷേ അവൻ അറിയുന്നില്ലായിരുന്നു, ഈ വിരുന്ന് ആഘോഷത്തിനല്ല, ഇതൊരു കുടുക്കാണ് എന്ന്. രാജാവ് എസ്തേറിന്റെ വാക്ക് നിരസിച്ചില്ല. അന്നുതന്നെ രാജകൊട്ടാരത്തിൽ ഒരു പ്രത്യേക വിരുന്ന് ഒരുക്കപ്പെട്ടു. അത് സാധാരണ രാജകീയ വിരുന്നായിരുന്നില്ല. വിരുന്നിലേക്ക് വിളിക്കപ്പെട്ടത് 3 പേർ മാത്രം: രാജാവ്, രാജ്ഞി എസ്തേർ, ഹാമാൻ.
ഹാമാൻ അതറിഞ്ഞപ്പോൾ അവന്റെ ഹൃദയം അഹങ്കാരത്തിൽ നിറഞ്ഞു. എന്നെ മാത്രം രാജ്ഞിയുടെ സ്വകാര്യ വിരുന്നിലേക്ക് അവൻ തന്നെ വലിയവനായി കണ്ടു. പക്ഷേ വിരുന്ന് ആരംഭിച്ചപ്പോൾ എസ്തേർ മൗനം പാലിച്ചു. വിരുന്നിന്റെ ശാന്തതയിൽ രാജാവ് രാജ്ഞിയുടെ സൗന്ദര്യം വീണ്ടും കണ്ട് അത്ഭുതപ്പെട്ടു. അവൻ പറഞ്ഞു, "ഇവൾ എന്തു മനോഹരിയാണ്." രാജാവ് അവളോടായി ചോദിച്ചു, "എസ്തേർ രാജ്ഞി, നിന്റെ അപേക്ഷ എന്താണ്? നിനക്കു ഞാൻ എൻ്റെ അർദ്ധരാജ്യം വരെ നൽകാൻ തയ്യാറാണ്." ഇപ്പോൾ രാജാവിൻ്റെ ശബ്ദത്തിൽ സന്തോഷമുണ്ടായിരുന്നു. അവൻ കാത്തിരുന്നു അവൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ. പക്ഷേ എസ്തേർ ഒന്നും പറഞ്ഞില്ല. അവൾ കുറച്ചുകൂടെ സമയം തിരഞ്ഞെടുത്തു. അവൾ ശാന്തമായി പറഞ്ഞു, "രാജാവിന് ഇഷ്ടമാണെങ്കിൽ നാളെ ഞാൻ വേറൊരു വിരുന്നൊരുക്കാം, ഒരു മനോഹരമായ വിരുന്ന്. അന്ന് എൻ്റെ അപേക്ഷ ഞാൻ പറയും." രാജാവ് അതും സമ്മതിച്ചു. ഹാമാനും വീണ്ടും വിളിക്കപ്പെട്ടു. വിരുന്ന് അവസാനിച്ചു. ഹാമാൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ അവൻ സ്വയം ആകാശത്തോളം ഉയർന്നവനായി തോന്നി. പക്ഷേ രാജകൊട്ടാരത്തിൻ്റെ വാതിലിനരികിൽ അവൻ ഒരാളെ കണ്ടു, മൊർദെഖായി. മൊർദെഖായി വീണ്ടും അവനെ വണങ്ങിയില്ല. ഹാമാന്റെ ഹൃദയത്തിലെ അഹങ്കാരം ഒരു നിമിഷം കൊണ്ട് കോപമായി മാറി. അവൻ വീട്ടിലെത്തി ഭാര്യയോടും സുഹൃത്തുക്കളോടും എല്ലാം പറഞ്ഞു. അവന്റെ അഭിമാനം വലുതായിരുന്നു, പക്ഷേ അവന്റെ കോപം അതിലും വലുതായിരുന്നു. അവർ മനസ്സിൽ പദ്ധതിയിട്ടു, മൊർദെഖായിക്ക് ഒരു കഴു ഒരുക്കുക. നാളെ രാജാവിനോട് അവനെ തൂക്കാൻ അനുമതി ചോദിക്കുക. അന്നേ രാത്രി അവൻ ഒരു കഴു ഒരുക്കാൻ ആജ്ഞ നൽകി. അവൻ അറിയില്ലായിരുന്നു അന്നത്തെ രാത്രി രാജാവിന് ഉറക്കം വരില്ലെന്ന്. ആ രാത്രി രാജകൊട്ടാരം നിശബ്ദമായിരുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രാജാവിന് മാത്രം ഉറക്കം വന്നില്ല. കാരണമില്ലാത്ത ഒരു അസ്വസ്ഥത. മനസ്സ് ശാന്തമായില്ല. അവൻ പലവട്ടം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പക്ഷേ ഉറക്കം അവന് വിട്ടൊഴിഞ്ഞു. അവസാനം അവനൊരാജ്ഞ നൽകി, രാജാവിൻ്റെ ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരിക. അത് സാധാരണ ഒരു പുസ്തകമല്ല. രാജകൊട്ടാരത്തിൽ നടന്ന എല്ലാ പ്രധാന സംഭവങ്ങളും എഴുതിവച്ചിരുന്ന ചരിത്ര പുസ്തകമായിരുന്നു അത്. ഭടന്മാർ പുസ്തകം തുറന്നു, വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് അവരുടെ വായനയെത്തി. രാജാവിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന. ബിഗ്ധാനും തെരേശും ആ രഹസ്യം പുറത്തറിയിച്ച മൊർദെഖായി. രാജാവ് അത് കേട്ടപ്പോൾ നിശ്ചലനായി. അവൻ ചോദിച്ചു, "ഈ മനുഷ്യന് എന്തു ബഹുമതി നൽകി?" സഭയിൽ നിശബ്ദം. ഭടന്മാർ പറഞ്ഞു, "ഒന്നും നൽകിയിട്ടില്ല രാജാവേ." അത് രാജാവിനെ അലട്ടിച്ചു. രാജാവിൻ്റെ ജീവൻ രക്ഷിച്ച ഒരാളെ ഇങ്ങനെ മറക്കാൻ പറ്റുമോ? അവന്റെ മനസ്സ് അവിടെ നിന്നു. അന്നേ സമയം കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഒരു മനുഷ്യൻ നിൽക്കുകയായിരുന്നു, ഹാമാൻ. മൊർദെഖായിയെ തൂക്കാൻ അനുമതി ചോദിക്കാൻ വന്നത്. രാജാവ് അവനെ അകത്തു വിളിപ്പിച്ചു. അവൻ ചോദിച്ചു, "രാജാവിന് പ്രിയനായ ഒരു മനുഷ്യനെ ബഹുമാനിക്കേണ്ടി വന്നാൽ എന്തു ചെയ്യണം?" ഹാമാൻ തന്റെ അഹങ്കാരത്തിൽ ചിന്തിച്ചു, "ഇത് എന്നെക്കുറിച്ചാണ്." അവൻ വളരെ വലിയ ആഡംബരപൂർണ്ണ ഉത്തരം നൽകി. രാജാവിൻ്റെ വസ്ത്രം ധരിപ്പിക്കണം, രാജാവിൻ്റെ കുതിരയിൽ കയറ്റണം, നഗരത്തിലൂടെ ഘോഷയാത്ര നടത്തണം. രാജാവ് അത് ശ്രദ്ധിച്ചു കേട്ടു. പിന്നീട് അവനൊരു വാക്കു പറഞ്ഞു. അത് ഹാമാന്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ വാക്കായിരുന്നു. "ശരി, ഇതെല്ലാം ചെയ്യുക." മൊർദെഖായിക്ക് ഒരു നിമിഷം ഹാമാന്റെ മുഖം വാടിപ്പോയി. അവനൊന്നും പറയാനായില്ല. അഹങ്കാരം നിശബ്ദമായി തകർന്നു. പക്ഷെ രാജാവിൻ്റെ ആജ്ഞയാണ്. ഹാമാൻ സ്വന്തം കൈകൊണ്ട് മൊർദെഖായിയെ ബഹുമാനിക്കേണ്ടി വന്നു. അത് ഒരാരംഭമായിരുന്നു. പക്ഷേ ഒരു അപമാനമല്ലായിരുന്നു. അത് ദൈവം അഹങ്കാരത്തിന് വെച്ച ആദ്യ അടയാളമായിരുന്നു. നഗരവീഥിയിലൂടെ രാജകീയ വസ്ത്രം ധരിച്ച് കുതിരപ്പുറത്ത് മൊർദെഖായി. അവന്റെ മുന്നിൽ ഘോഷം വിളിച്ചുകൊണ്ട് നടന്നത് ആരായിരുന്നു? ഹാമാൻ. രാജാവിന് പ്രിയനായ മനുഷ്യന് ഇങ്ങനെയാണ് ബഹുമാനം നൽകുന്നത് എന്നവൻ വിളിച്ച ഓരോ വാക്കും അവന്റെ ഹൃദയത്തിൽ ഒരു തീ പോലെ പൊള്ളിക്കൊണ്ടിരുന്നു. ജനങ്ങൾ അത്ഭുതത്തോടെ കണ്ടുനിന്നു. ഇന്നലെ വരെ വാതിലിനരികിൽ നിശബ്ദനായി നിന്നിരുന്ന ആ മനുഷ്യൻ ഇന്ന്
സാമ്രാജ്യത്തിന്റെ മധ്യത്തിൽ ബഹുമാനിക്കപ്പെടുന്നു. മൊർദെഖായി ഒന്നും പറഞ്ഞില്ല. അവൻ ഹാമാനെ നോക്കിയില്ല. അവന്റെ കണ്ണുകൾ മുകളിലേക്കായിരുന്നു. അവൻ അറിയാമായിരുന്നു, ഇത് മനുഷ്യന്റെ വിജയമല്ല, ഇത് ദൈവത്തിന്റെ സമയം. ഘോഷയാത്ര കഴിഞ്ഞപ്പോൾ മൊർദെഖായി തിരികെ രാജകൊട്ടാരത്തിന്റെ വാതിലിലേക്ക് പോയി. അതേ വാതിൽ, അതേ സ്ഥലം. പക്ഷെ ഇപ്പോൾ ആ വാതിൽ അവനെ മറ്റൊരു കണ്ണോടെ നോക്കി. ഹാമാൻ തന്റെ വീട്ടിലേക്ക് വേഗത്തിൽ മടങ്ങി. മുഖം മൂടിപ്പിടിച്ച്, ഹൃദയം തകർന്നു. അടുത്ത ദിവസം വീണ്ടും കൊട്ടാരത്തിൽ വിരുന്ന്. രാജാവും ഹാമാനും എസ്തേറിന്റെ സന്നിധിയിൽ. വീണ്ടും രാജാവ് ചോദിച്ചു, രാജ്ഞി, ഇപ്പോൾ നിന്റെ അപേക്ഷ എന്താണ്? ഇപ്പോൾ എസ്തേർ നിശബ്ദയായില്ല. അവൾ നേരെ രാജാവിനെ നോക്കി പറഞ്ഞു, രാജാവേ, എന്റെ ജീവൻ എനിക്ക് ദാനമായി നൽകണമേ. രാജാവ് അവിശ്വസിച്ചു. ആരാണ് നിന്നെ ഭീഷണിപ്പെടുത്തിയത്? അപ്പോൾ എസ്തേർ ആ വാക്ക് പറഞ്ഞു. അത് വിരുന്നിന്റെ നിറം മാറ്റിയ വാക്കായിരുന്നു. അവൻ ഇവിടെ ഇരിക്കുന്നു. അവൾ വിരൽ ചൂണ്ടിയത് ഹാമാനിലേക്കാണ്. ഈ ദുഷ്ടൻ. ഒരു നിമിഷം നിശബ്ദം. രാജാവിന്റെ മുഖം മാറി. രാജാവ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തോട്ടത്തിലേക്ക് പോയി. ഹാമാൻ വിറച്ചു. അവൻ എസ്തേറിന്റെ കാലിൽ വീണു, ജീവൻ കാക്കാൻ. അതേസമയം രാജാവ് തിരികെ വന്നു. അവൻ കണ്ടതിതാണ്, രാജ്ഞിയുടെ മേൽ വീണുകിടക്കുന്ന ഹാമാൻ. രാജാവ് കോപത്തോടെ പറഞ്ഞു, എന്റെ മുന്നിൽ എന്റെ രാജ്ഞിയെ നീ അപമാനിക്കാനായോ? അതേ നിമിഷം ഭടന്മാർ പറഞ്ഞു, രാജാവേ, ഹാമാൻ മൊർദെഖായിക്കായി നിർമ്മിച്ച തൂക്കുമരം അവന്റെ വീട്ടിലുണ്ട്. രാജാവ് ഒരേ വാക്കു പറഞ്ഞു, അവനെ അതിൽ തൂക്കൂ. ഭടന്മാർ അവനെ ബന്ധനസ്ഥനാക്കി കഴുമരത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഹാമാൻ സ്വന്തം തൂക്കുമരത്തിൽ തൂങ്ങാനിടയായി. അഹങ്കാരം അവിടെ അവസാനിച്ചു. പിന്നീട് മൊർദെഖായി ഉയർത്തപ്പെട്ടു. അവന്റെ കഴിവിനും വിശ്വാസതയ്ക്കുമുള്ള അംഗീകാരമായിരുന്നു അത്. അങ്ങനെ യഹൂദർ രക്ഷപ്പെട്ടു. സൂസാ നഗരം സന്തോഷിച്ചു. ഈ കഥ ഒരൊറ്റ കാര്യം പറയുന്നു: അഹങ്കാരം ഉയരുമ്പോൾ വീഴ്ച തൊട്ടടുത്തു തന്നെയായിരിക്കും. ധൈര്യം ദൈവത്തിൽ വെച്ചാൽ രക്ഷ ഉറപ്പാണ്. ഇതിനുശേഷം രാജാവും എസ്തേറും നീതിയിലും സമാധാനത്തിലും സുഖമായി ജീവിച്ചു. അഹങ്കാരം വീണെടുത്ത് നീതിക്ക് സ്ഥാനം ലഭിച്ചു. യഹൂദ ജനത ഒരു വലിയ വിപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. സൂസാ നഗരവാസികൾ ആനന്ദിച്ചു. ഇത് ഒരു സ്ത്രീയുടെ ധൈര്യത്തിന്റെ വിജയമായിരുന്നു. അതോടൊപ്പം ദൈവത്തിന്റെ അദൃശ്യമായ ഇടപെടലിന്റെ സാക്ഷ്യവും. ബൈബിൾ ഇങ്ങനെ പറയുന്നു: തക്ക സമയത്ത് ദൈവം എല്ലാം മനോഹരമാക്കുന്നു. സഭാപ്രസംഗി 3-ാം അധ്യായം 11-ാം വാക്യം. മനുഷ്യന്റെ തീരുമാനങ്ങൾ ചെറുതായിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും വലുതാണ്. എസ്തേർ രാജ്ഞിയുടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള ആഴമുള്ള കഥകൾക്കായി നമ്മുടെ ചാനൽ ക്ലാസിക് ടെയിൽ സ്റ്റോറീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കണും അമർത്തുക. കഥകൾ ഇനിയും തുടരും.